അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഡെഫിനേഷൻ പറഞ്ഞു. ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ വോൾട്ടേക് സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ, അതിൻ്റെ ഡെഫിനേഷനും പറഞ്ഞു. ഇനി ഒരു ഗാൽവനിക് സെല്ലിന് എക്സാമ്പിൾ ദാറ്റ് ഈസ് ഡാനിയൽ സെൽ. ഈ ഡാനിയൽ സെല്ല് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഒരു ഡാനിയൽ സെല്ല്? ഒരു ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ എ സിങ്ക് ഇലക്ട്രോഡ് dipped in zinc sulfate solution and copper rod dipped in copper sulfate solution, and these two solutions are connected externally by means of a wire through voltmeter, and the electrolytes are connected internally by means of a salt bridge. ഇതാണ് ഒരു ഡാനിയൽ സെല്ല്. അപ്പോൾ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ആൻഡ് ദീസ് ടു electrodes are connected externally by means of a wire through voltmeter, and the electrolytic solutions are connected internally by means of a salt bridge. And at zinc electrode, oxidation takes place. That is, zinc ion is oxidized to zinc 2+ and releases 2 electrons. And these 2 electrons move from zinc electrode to copper electrode, and where copper ions present in the solution accept these 2 electrons and reduce it to copper. So at anode reaction, zinc gives zinc 2+ plus 2 electron, and at cathode, Cu2+ plus 2 electron gives Cu. Therefore, the overall reaction is zinc plus Cu2+. അതായത് റൈറ്റ് സൈഡ് രണ്ടും ആദ്യം ആഡ് ചെയ്യുക, ഇലക്ട്രോൺസ് ക്യാൻസൽ ആയി പോകും. സോ സിങ്ക് പ്ലസ് Cu2+ gives zinc 2+ plus Cu. ഇതാണൊരു ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡാനിയൽ സെൽ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ വോൾട്ടേക് സെൽ ഓർ ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ, യു ക്യാൻ റൈറ്റ് ഡാനിയൽ സെൽ എന്ന് പറയാം. ഇനി എന്താണ് ഒരു ഡാനിയൽ സെൽ? ഡാനിയൽ സെല്ലിന് ആകെ 4 സെന്റൻസേ ഉള്ളൂ. ദ ഡാനിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് എ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ദാറ്റ് ആക്ട് ആസ് ആനോഡ്, a copper rod dipped in copper sulfate solution that acts as cathode, and these two solutions are connected, and these 2 electrodes are connected externally by means of a wire through voltmeter and internally by means of a salt bridge. Then at reactions at the anode, oxidation takes place. That is, zinc is oxidized to zinc 2+. Anode reaction, zinc 2+ zinc gives zinc 2+ plus 2 electron. Cathode, the Cu2+ plus 2 electron gives Cu. നെറ്റ് റിയാക്ഷൻ ഓർ ഓവറോൾ റിയാക്ഷൻ, ഈ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് രണ്ടും ആഡ് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് രണ്ടും ആഡ് ചെയ്തേക്കുക. ഇലക്ട്രോൺസ് ക്യാൻസൽ ആയി പോകും. സോ സിങ്ക് ഗീവ്സ് സിങ്ക് പ്ലസ് Cu2+ gives zinc 2+ plus Cu. So this is an example for galvanic cell or voltaic cell. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഗാൽവനിക് സെല്ല് എന്താണെന്ന ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ സെൽ ഓർ ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഗാൽവനിക് സെൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയാൽ അറിയാം, ഗാൽവനിക് സെല്ലിനകത്ത് 2 ഹാഫ് സെല്ലുണ്ട്. ഒന്ന് ആനോഡ് ഹാഫ് സെല്ലും ഒന്ന് കാഥോഡ് ഹാഫ് സെല്ലും. ഇതിനെയാണ് നമ്മൾ ഹാഫ് സെൽ അല്ലെങ്കിൽ റിഡോക്സ് കപ്പിൾ എന്ന് പറയുന്നത്. ഈ 2 ഹാഫ് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് അതൊരു സെല്ലായിട്ട് മാറുന്നത്, ഒരു ഗാൽവനിക് സെല്ലായിട്ട് മാറുന്നത്. സോ ഒരു ഗാൽവനിക് സെല്ലിൽ 2 ഹാഫ് സെൽസ് ഉണ്ട്. ഒന്ന് ആനോഡ് ഹാഫ് സെല്ലും ഒന്ന് കാഥോഡിക് ഹാഫ് സെല്ലും. ഇനി ഒരു ഹാഫ് സെൽ എടുക്കുക. ഒരു ഹാഫ് സെല്ലിൽ എന്താ ഉള്ളത്? അപ്പോൾ നിങ്ങൾ സിങ്ക് ഹാഫ് സെല്ല് നോക്കുന്നു. സിങ്ക് ഹാഫ് സെല്ലിനകത്ത് എന്താ ഉള്ളത്? സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പറിന്റെ ഹാഫ് സെല്ലിനകത്ത് എന്താണുള്ളത്? കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഒരു ഹാഫ് സെല്ലിനകത്ത് ഒരു ഇലക്ട്രോഡ് ഉണ്ട്, ദാറ്റ് ഡിപ്ഡ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ അയോൺ. അപ്പോൾ സിങ്കിന്റെ ഹാഫ് സെൽ എന്ന് പറഞ്ഞാൽ സിങ്ക് ഇലക്ട്രോഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പറിന്റെ ഹാഫ് സെൽ എന്ന് പറഞ്ഞാൽ കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ കോപ്പറിന്റെ ഏതെങ്കിലും അയോണുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ ആ ഒരു ഹാഫ് സെൽ നമ്മൾ എടുത്താൽ അവിടെ ഒരു ഇലക്ട്രോഡും ഉണ്ട്, ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ട്. ഇനി ഇതിന് 2 ടെൻഡൻസി ഉണ്ട്. ഒന്ന്, ഈ ഇലക്ട്രോഡിൽ ഇരിക്കുന്ന മെറ്റലിന് സിങ്കിന് സിങ്ക് അയോണാകാനുള്ള ടെൻഡൻസി.
അപ്പോൾ എന്ത് പറ്റും, ഈ ഇരിക്കുന്ന സിങ്ക് 2+ ആയിട്ട് 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് വരും. കാരണം എന്തുവാണ്, അത് 2 ഇലക്ട്രോണിനെ അവിടെ റിലീസ് ചെയ്യുവാണ്. അതേസമയം ഈ സൊല്യൂഷനിൽ കിടക്കുന്ന സിങ്ക് 2+ന് റെഡ്യൂസ് ചെയ്ത് സിങ്ക് ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് അവിടെ എന്തായിട്ട് മാറും, സിങ്ക് ആയിട്ട് മാറും. അപ്പോൾ അതൊരു പോസിറ്റീവ് ഇലക്ട്രോണിനായിട്ട് മാറും. ഇലക്ട്രോണിന്റെ ചാർജ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഒരു ഹാഫ് സെല്ലിനകത്ത് 2 ടെൻഡൻസി ഉണ്ട്. ഏതാണ് 2 ടെൻഡൻസി? ഒന്ന്, ദ മെറ്റൽ പ്രസന്റ് ഇൻ ദ ഇലക്ട്രോഡ് ക്യാൻ ഹാവ് എ ടെൻഡൻസി ടു ഓക്സിഡൈസ്ഡ് ടു മെറ്റൽ അയോൺ. At the same time, the metal ion present in the solution has a tendency to reduce to metal. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ ടെൻഡൻസിയും ഉണ്ട്, റിഡക്ഷൻ ടെൻഡൻസിയും ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒന്നായിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം സിങ്കിനെ സംബന്ധിച്ച് സിങ്കിന്റെ മെറ്റലിന് മെറ്റൽ അയോൺ ആകാനുള്ള ടെൻഡൻസിയാണ് പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് സിങ്കിനെക്കാട്ടിയും സ്റ്റേബിൾ സിങ്ക് 2+ ആണെന്ന് വിചാരിക്കുക. അതുകൊണ്ടിട്ടാണ് അത് ഓക്സിഡൈസേഷന് പോകുന്നത്. അതുപോലെ കോപ്പർ ഇലക്ട്രോഡ് എടുത്താൽ അവിടെയും 2 ടെൻഡൻസി ഉണ്ട്. ഏതൊക്കെയാണ്? കോപ്പറിന്റെ മെറ്റലിലിരിക്കുന്ന കോപ്പർ മെറ്റലിലുള്ള മെറ്റൽ ആറ്റംസിന് കോപ്പർ അയോണായിട്ട് പോകാനുള്ള ടെൻഡൻസിയും ഉണ്ട്. അതേസമയം സൊല്യൂഷനിലുള്ള കോപ്പർ അയോണിന് കോപ്പറായി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെൻഡൻസി ഉള്ളത് കാരണം ഒരു ഇക്വിലിബ്രിയം എത്തുമ്പോൾ അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. ആർക്കിടയിലാണ് ഈ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്നത്? ഇലക്ട്രോഡിനും ഇലക്ട്രോലൈറ്റിനും ഇടയിൽ. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. എ പൊട്ടൻഷ്യൽ ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് കാൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. So what is electrode potential? A potential difference developed between an electrode and its own electrolyte solution is known as electrode potential. അപ്പോൾ സിങ്കിനൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, കോപ്പറിനൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി ഓക്സിഡേഷനുള്ള ടെൻഡൻസി ആണുണ്ടെങ്കിൽ നമ്മളതിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും, റിഡക്ഷൻ ആണ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മളതിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും പറയും. അപ്പോൾ ഒരു ഹാഫ് സെല്ലിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം അത് ഓക്സിഡേഷനാണുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന് റിഡക്ഷന് പോകാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. ഇനി നമ്മുടെ IUPAC കൺവെൻഷൻ അനുസരിച്ച് ഇനി നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് അവർ ഉദ്ദേശിക്കുന്നത്. IUPAC കൺവെൻഷൻ അനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എവിടെ പോയി? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളിനെ നമ്മൾ റിഡക്ഷൻ അയോൺസ് ഹാവിങ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും മറ്റേതിന് അയോൺസ് ഹാവിങ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും പറയുന്നു. ഇലക്ട്രോഡ് ഹാവിങ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് ഹാവിങ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ മനസ്സിൽ വേണ്ടത് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഒരാൾ ഓക്സിഡേഷന് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ഒരാൾ റിഡക്ഷൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾ, ഇപ്പോൾ 2 ഹാഫ് സെൽ നമ്മൾ കണക്ട് ചെയ്തു, 2 പേർക്കും ഓരോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതിൽ ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുള്ള ആളെപ്പോഴും ഓക്സിഡേഷന് പോകും, ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുള്ള ആളെപ്പോഴും എന്തിനു പോകും? റിഡക്ഷന് പോകും. IUPAC കൺവെൻഷൻ അനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മീൻസ് എന്തുവാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? എ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ മെറ്റൽ ഇലക്ട്രോഡ് ആൻഡ് ഇറ്റ്സ് ഓൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് കാൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് 298 Kelvin ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദ അയോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദ റിയാക്ഷൻസ് ഈസ് യൂണിറ്റി. ഇതിനകത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് യൂണിറ്റി 1 മോളാർ യൂണിറ്റി ആണെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷേർഡ് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇനി നമ്മൾ ഈ 2 ഹാഫ് സെല്ലിനെയും കൂടി കണക്ട് ചെയ്തു, എക്സ്റ്റേണലായിട്ട് വയർ വഴിയും ഇന്റേണലായിട്ട് സാൾട്ട് ബ്രിഡ്ജ് വഴിയും കണക്ട് ചെയ്യുമ്പോൾ ഈ 2 ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ആനോഡിന്റെ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ല
കാഥോഡിന്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ആനോഡിനും കാഥോഡിനും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ്. And the difference between potential difference between two electrode, that is called cell potential അല്ലെങ്കിൽ EMF, electromotive force of the cell. So what is EMF of the cell? EMF of the cell is the potential difference between two electrode, and that equation EMF is equal to അല്ലെങ്കിൽ E cell is equal to E cathode. E cathode means electrode potential of cathode minus electrode potential of anode. This galvanic cell, okay, Cu2 plus 2 electrons gives Cu. Zinc is zinc 2 plus 2 electron, and cell reaction is zinc plus Cu2 plus gives zinc 2 plus Cu. So in a galvanic cell, the half cell in which oxidation takes place is called anode, and it has a negative potential with respect to the solution. The other half cell in which reduction takes place is called cathode, and it has a positive potential with respect to the solution. And what is meant by electrode potential? A potential difference developed between the electrode and electrolyte, which is called the electrode potential. When the concentration of all the species involved in a half cell is unity, then electrode potential is known as standard electrode potential. According to IUPAC convention, standard reduction potentials are now called standard electrode potentials. And what is meant by cell potential? The potential difference between the two electrodes of a galvanic cell is called cell potential and is measured in volt. The cell potential is the difference between electrode potential of the cathode and anode, and it is called the cell electromotive force, EMF of the cell or cell potential. So EMF of the cell is positive and is given by the potential of the half cell of the right hand side minus potential of the half cell on the left hand side. Is E cell is equal to E right minus E left എന്ന് എഴുതാം, അല്ലെങ്കിൽ E cell is equal to E cathode minus E anode.